ധീരജവാൻ വസന്തകുമാറിന്റെ വിയോഗത്തെക്കുറിച്ച് അദ്ദേഹത്തോട് വലിയൊരു ദുഃഖം തന്നെയാണ് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ വസന്തകുമാറിന്റെ കുടുംബം ഏതായാലും സംസ്ഥാന സർക്കാർ എങ്ങനെ സഹായിക്കും അദ്ദേഹത്തെ? വസന്തകുമാറിന്റെ നഷ്ടം വയനാടിന്റെ ദുഃഖം മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖം മാത്രമല്ല, രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മലയാളികളുടെയും ദുഃഖമാണ്. ആ ദുഃഖത്തിന്റെ ആഴത്തിന് വിലയിടാൻ നമുക്കാർക്കും കഴിയില്ല. ഇവിടെ ഇന്ന് കോഴിക്കോട് എത്തിയത് മുതൽ ഈ ലക്കിടിയിലെ സ്കൂൾ മൈതാനത്ത് ഇപ്പോഴും അണമുറിയാതെ ജനകീയ ഒഴുക്ക് രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, നാടിനു വേണ്ടി ജീവത്യാഗം ചെയ്യിച്ച ധീര ഭടനോടുള്ള ആദരവും അഭിമാനവും. രണ്ട്, ഭീകരവാദത്തിലൂടെ ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധവും. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് 19-ാം തീയതി ചേരുന്ന കേരള സംസ്ഥാന മന്ത്രിസഭ എടുക്കാൻ പോകുന്നത്. ഈ കുടുംബത്തിന്റെ എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഏറ്റെടുക്കത്തക്ക വിധത്തിലുള്ള തീരുമാനങ്ങളാണ് 19-ാം തീയതി എടുക്കാൻ പോകുന്നത്. തീർച്ചയായും വലിയൊരു ദുഃഖത്തിലൂടെയാണ് നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങളോട് പറയാൻ എന്താണ്? ഇത് ജനങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ വളരെ അഭിമാനബോധത്തോടുകൂടിയ പ്രഖ്യാപനത്തിന്റെ പ്രതികരണങ്ങളാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിലൂടെ ഇന്ത്യയെ തകർക്കാൻ ആര് ശ്രമിച്ചാലും ആ ശ്രമങ്ങളെ ചെറുക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന പ്രഖ്യാപനം. നാളെയും നമുക്ക് ഭീകരവാദത്തെയും വിഘടനവാദത്തെയും ചെറുക്കാൻ ഒരുമിക്കണമെന്ന സന്ദേശമാണ് ഈ ധീരജവാന്റെ അന്ത്യത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ സന്ദേശം ഏറ്റെടുത്തുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ മലയാളികളായ നാം എല്ലാം ശ്രമിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. തീർച്ചയായും വളരെ നന്ദി സാർ. അത്തരമൊരു കാര്യം തന്നെയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് ഇന്ന് ഉച്ച മുതൽ തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ജനസഞ്ചയം, ജനങ്ങളുടെ ഒരു വലിയൊരു പ്രവാഹം തന്നെ ഇങ്ങോട്ടേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് തെളിയിക്കുന്നതും അത്തരം ഒരു കാര്യം